ഉപതെരഞ്ഞെടുപ്പ് ഭീതിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമെന്ന് മലയാള മനോരമ പറയുന്നു. ഒന്നാം പേജിൽ ഭീതി, ഉപതെരഞ്ഞെടുപ്പ്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജിയിൽ ആശയക്കുഴപ്പം എന്നാണ് പറയുന്നത്. അതായത് രാജിയില്ലെങ്കിൽ പുറത്താക്കലോ സസ്പെൻഷനോ വേണ്ടിവരും. ഇത് എല്ലാ പത്രങ്ങളും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇന്ന് തീരുമാനമാകും, രാജി മാത്രം പോംവഴിയെന്ന് മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും. ഉപതെരഞ്ഞെടുപ്പ് സാധ്യത തള്ളാനാവില്ലെന്ന് കോൺഗ്രസിന് ഉപദേശം ലഭിച്ചിരിക്കുന്നു. അത് നിലവിൽ അവിടുത്തെ പാലക്കാട്ടത്തെ ഒരു സാഹചര്യത്തെ, രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിമറിച്ചാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും. കാരണം അടുത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ രീതിയിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന് തന്നെ മലയാള മനോരമ ഒന്നാം പേജിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളും ഉൾപേജുകളിലടക്കം കാണാൻ പറ്റും. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്തൊക്കെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്ന് പറയുന്നു. ഒപ്പം ഏറ്റവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു കാര്യം, അത് വളരെ ശ്ലാഘിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇതുപോലൊരു കേസ് സംഭവിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പ്രതിരോധത്തിന് നിൽക്കുന്നതിന് പകരം ഒരു കൃത്യമായ നിലപാട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മഹിള അല്ലെങ്കിൽ വനിതാ നേതാക്കൾ എടുത്തു എന്നുള്ളതും കൂടെ ഈ കേസിൽ പ്രസക്തമാണ്. ആ രീതിയിൽ കൂടെ വാർത്തകളെ പ്ലേസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അതിൽ ഓരോ വനിതാ നേതാക്കളുടെയും പ്രത്യേക അവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായ പ്രകടനം അടക്കം ചേർത്തുകൊണ്ടുള്ള ഒരു പ്ലേസിംഗ് ഏതായാലും ഉൾപേജുകളിൽ മലയാള മനോരമ നടത്തിയിട്ടുണ്ട്. അത് 9-ാം പേജിൽ നമുക്ക് കാണാം. കടുപ്പിച്ച നേതാക്കൾ എന്ന് രാഹുലിൻ്റെ രാജിയിലെ നിലപാടുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഒപ്പം തന്നെ ഉമാ തോമസിൻ്റെയും ബിന്ദു കൃഷ്ണയുടെയും ഷമാ മുഹമ്മദിൻ്റെയും കെ രമയുടെയും ജബി മേത്തറിൻ്റെയും അടക്കമുള്ള പ്രതികരണങ്ങൾ ഏതായാലും ആ വാർത്തയിൽ നൽകിയിരിക്കുന്നു. ഒപ്പം ഇതേ വാർത്ത മറ്റൊരു പത്രത്തിലേക്ക് വന്നാൽ വഴിയടഞ്ഞു എന്നാണ് മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിൽ ഒറ്റപ്പെട്ട രാഹുൽ എന്നും രാജിക്കായി വനിതാ നേതാക്കളും രംഗത്ത് എന്നുള്ളതുമാണ്. അതിൽ ഏറ്റവും പ്രസക്തമായ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം കൂടെ ഏതായാലും മാതൃഭൂമിയും മറ്റ് പത്രങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ KC വേണുഗോപാലിൻ്റെ ഭാര്യ ആശ, അവർ ഇട്ട ഡോക്ടർ K ആശയാണ്. അവർ ഫേസ്ബുക്കിൽ ഒരു പ്രതികരണം ഇടുകയും ആ പ്രതികരണം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരിക്കുന്നു. അവർ പിന്നീട് അത് പിൻവലിച്ചുവെങ്കിൽ പോലും ആ പ്രതികരണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിലപാട്, അതുമായി ബന്ധപ്പെട്ട് വനിതാ നേതാക്കൾ അടക്കമുള്ളവരുടെ നിലപാടെല്ലാം കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം വരുന്നു. ഉമാ തോമസിൻ്റെയൊക്കെ പ്രതികരണം പിന്നീട് അതിനുശേഷം വളരെ ശക്തമായി തന്നെ വരുന്നു. ഈ വാർത്ത വഴിയടഞ്ഞു എന്നുള്ള തലക്കെട്ടിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്.